ചങ്ങാതിമാർക്കല്ലേ ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ചി അയല വറ്റിച്ചത് കേട്ടോ. നല്ല ഫ്രഷ് അയല കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ വറ്റിച്ചതുണ്ടാക്കണം. സംഗതി വേറെ ലെവലാണ്. എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല. കാണുമ്പോൾ തന്നെ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നത് എനിക്ക് കൊതി വന്നിട്ടൊരു രക്ഷയില്ല. ഇതുപോലത്തെ ഒരു മീൻ വറ്റിച്ച് ഇന്ന് തന്നെ മീൻ മേടിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കങ്ങ് തകർക്കുക എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ വാരി വിതറാനും ഒരു കാരണവശാലും മറക്കരുത്. ലൈക്ക് ചെയ്തങ്ങ് തകർക്കുക എൻ്റെ ചങ്ങാതിമാരെ. ആദ്യം തന്നെ അയല ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇല്ല ഇനി വലുതായിട്ട് ഇടണമെങ്കിൽ ഇടാം, രണ്ടായിട്ട് ഇടാം, വേണേൽ ഫുള്ളായിട്ട് ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ മസാല എന്ന് പറഞ്ഞാൽ വെറൈറ്റി മസാല കൂട്ടം കേട്ടോ. ഇത് ട്രൈ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്ഥിരം കരാവല പരിപാടിയായ തീ പിടിപ്പിക്കൽ. തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുന്നു. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ ഒന്ന് ലെവലായി വരുമ്പോൾ കടുക് പൊട്ടിക്കുന്നു. കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതോ ചെറുതായി അരിഞ്ഞെടുത്ത് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യാം. ശേഷം ഇഞ്ചി നീളത്തിലരിഞ്ഞതെടുത്ത് ഇതുപോലെ അങ്ങ് രണ്ടും കൂടെ ഇട്ടങ്ങ് വരട്ടിയിടുക. കണ്ടോ, ഇതൊരു പാകത്തിലായി വരുമ്പോഴേക്ക് അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ചെറുള്ളി ഇങ്ങോട്ട് കൊടുക്കുക. ചെറുള്ളി 2 3 4 കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യാം. ചെറുള്ളി ഒന്ന് ലൈറ്റായിട്ട് കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളക് 2 3 കീറി എടുത്ത് ഒരു മറിക്കുക. അവനെയും ഇതിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്ക് സംഭവം മൊത്തത്തിൽ അങ്ങ് വരട്ടിയെടുക്കുക. എൻ്റെ ചങ്ങാതിമാരെ ഈ ലെവലിലാക്കി എടുക്കുക. കണ്ടോ, ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് ഇവനങ്ങ് മൂക്കുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ശേഷം ഇതിലേക്ക് മസാലയായ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇന്ന് ഇടുന്നത് കേട്ടോ. അത് എരിവ് വേണ്ട, കളർ വേണം. അതിനുവേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക കേട്ടോ, ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി. ശേഷം ഒരു ലേശം മല്ലിപ്പൊടി എടുത്ത് വാരി ഇടുന്നു. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഒരു സ്നേഹത്തിനങ്ങ് ഇടുക. ഇട്ട് ഇവനെ മൊത്തത്തിലങ്ങ് വരട്ടുക. കണ്ടോ, ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് തക്കാളി പേസ്റ്റ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് മറിക്കുക. വെറുതെ പച്ചത്തക്കാളി എടുത്ത് മിക്സിക്കകത്തിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതി. അതെടുത്ത് ഇതിലേക്കിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക. അത് ഇച്ചിരി നേരം കുക്ക് ചെയ്യണം കേട്ടോ. കാരണം ആ തക്കാളി പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം, അല്ലെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റായി മാറും. അപ്പോൾ നല്ലോണം പച്ചപ്പ് മാറുന്ന രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇതിങ്ങനെ ഓരോ കുക്കിങ് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. എൻ്റെ ചങ്ങാതി വരെ വരുന്നത് വേറെ സംഭവം ലെവലിലാണ് സാധനം വരുന്നത്. കണ്ടോ. ശേഷം ഇനി അടുത്ത കലാപരിപാടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇവനെ അതും കൂടി ഒഴിച്ച് അങ്ങ് തിളപ്പിക്കുക. നല്ല രീതിയിൽ അങ്ങ് തിളപ്പിക്കുക. ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കാമെങ്കിൽ അത്ര നല്ലത്. വെള്ളം വറ്റല്, തിളച്ച് ആ മസാല ഒരു പച്ച കുത്തലൊക്കെ ഉണ്ട്, മസാലയും തക്കാളിയും അതൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഇതുപോലെ തിളപ്പിക്കുക. അപ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ ചങ്ങാതി. എന്നിട്ട് 2-3 കുടംപുളി എടുത്ത് ഇതുപോലെ വാരി വിതറുക, ഉപ്പ് വാരി വിതറുക. എന്നിട്ട് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. ഇത്ര ആകുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല കേട്ടോ, കിളി പോവും സംഭവം. എന്നിട്ട് മീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അയല എടുത്തൊരു മറിക്കുക. എന്നിട്ട് സ്ലോ മോഷനിൽ വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് കുക്കാവുന്നതുകൊണ്ട് ഈ സാധനം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സ്ലോ മോഷനിൽ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച ശേഷം ഒരു 10 മിനിറ്റ് ശേഷം ഇവനങ്ങ് തുറക്കുമ്പോൾ എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ്. എന്നിട്ട് നമ്മുടെ കിടുക്കാച്ചി പരിപാടിയായ കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കായപ്പൊടി ഇട്ട ശേഷം ഈ ഗ്രേവി മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ലോയിൽ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. ആ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്ലോയിൽ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് കറിവേപ്പില ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് വാരി വിതറിക്കും. ഒന്നും നോക്കണ്ട. അടുത്ത കലാപരിപാടിയാണ്. അതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. വെളിച്ചെണ്ണയും കൂടെ ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക. അടുത്ത പരിപാടിയാണ് നമ്മൾ ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ കലത്തിൽ ഉരുളി ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇട്ട് ആട്ടുക. അപ്പം മീൻ ഉടയാതെങ്ങും കിട്ടും. എന്നിട്ട് ഇവനെ അങ്ങ് മൂടി വെച്ച ശേഷം ഓഫാക്കി വെക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇവനങ്ങ് തുറക്കുക. എൻ്റെ ചങ്ങാതി കാണുമ്പോൾ തന്നെ കപ്പലോടിക്കാനുള്ള വെള്ളം ഓടുന്നതിൻ്റെ വായിൽ ഒരു രക്ഷയില്ല കേട്ടോ. സാധനം വേറെ ലെവലാണ്. ഇത്ര ഈസി ആയിട്ട് മീൻ വറ്റിച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇച്ചിരി മീൻ മേടിച്ചോ, അല്ല നല്ല ഫ്രഷ് അയലങ്ങ് മേടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങ് തകർക്കെൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് നിങ്ങളുടെ എല്ലാ സമ്മതത്തോടെ ഒരു ചെറിയ പീസ് എടുത്ത് ഞാൻ കഴിക്കുന്നത് കിള്ളി പറക്കുക. സംഭവം വേറെ ലെവലാണ്. അപ്പോൾ അതൊന്നും നോക്കണ്ട. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും തകർക്കുക. എങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ അടിയിലങ്ങ് മെൻഷൻ ചെയ്യാൻ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല, വേറെ ലെവൽ.